വലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് മദ്രസയിൽ നടന്ന 3ാം ക്ലാസ്സുകാരുടെ പാദവാർഷിക പരീക്ഷാ പേപ്പർ ഫിഖ്ഹാണ് വിഷയം. ഒന്നാമത്തെ ചോദ്യം, വേർതിരിക്കാം. അവിടെ നജസുകൾ, നജസല്ലാത്തവ രണ്ടും വെവ്വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് മുകളിൽ കൊടുത്ത ഈ പദങ്ങൾ നജസായവ, നജസല്ലാത്തവ രണ്ടും വേർതിരിച്ച് എഴുതാം. മലം, ശവം, ചത്ത മത്സ്യം, ചലം, വെട്ടുക്കിളിയുടെ ശവം, ലഹരി ദ്രാവകം. ഇവയിൽ നജസ് അല്ലാത്തവയും നജസ് ഉള്ളവയുമുണ്ട്. രണ്ടും വേർതിരിച്ച് കൃത്യമായി എഴുതുക. അടുത്തത് യോജിപ്പിക്കാം. യോജിപ്പിച്ച് എഴുതാനാണ്. ഉളൂയില്ലാത്ത അവസ്ഥയാണ് എന്ത്? ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നിസ്കാരം 5 ആകുന്നു, ശുദ്ധി 6 ആകുന്നു, തഹൂറായ വെള്ളം, ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്നും ഒന്നാമത്തെ ഈ ഭാഗത്തിലുള്ള സെൻറ്റൻസിനോട് യോജിച്ചത് ചേർത്തെഴുതുക. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ്, അതിനോട് യോജിച്ചത് ഇപ്പുറത്തുണ്ട്, അത് കൃത്യമായി വായിച്ച് എഴുതുക. ഉളൂവിൻ്റെ ഫർളുകൾ, അതിനോട് യോജിച്ചത് ഇപ്പുറത്തുണ്ട്, അത് കൃത്യമായി എഴുതുക. അതുകൊണ്ട് യോജിച്ചത് ചേർത്തെഴുതാനാണ്. 2 തരത്തിലുണ്ട്. ദീനിൻ്റെ തൂണാണ്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും വേണം. ഈ 7 സെൻറ്റൻസിനോടും യോജിച്ചത് ഇപ്പുറത്തുണ്ട്, അത് കൃത്യമായിട്ട് എഴുതുക. ഇനി അടുത്ത ചോദ്യം, കള്ളികളിൽ എഴുതാം. നിസ്കാരത്തിന് മുമ്പ് നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കേണ്ടത് എന്തൊക്കെയാണ്? അത് ഈ 3 കള്ളിയിൽ എഴുതുക. അടുത്തത്, വുളൂഇൽ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. നമ്മൾ വുളൂ എടുക്കുമ്പോൾ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. 3 വസ്തുക്കളുടെ പേരുകൾ ഈ 3 കള്ളിയിലായിട്ട് എഴുതുക. അടുത്ത ചോദ്യം, 2 വീതം എഴുതാം. വുളൂഇൻ്റെ സുന്നത്തുകൾ, വുളൂഇൻ്റെ സുന്നത്തുകളിൽ നിന്ന് 2 എഴുതുക. വുളൂഇൻ്റെ ഫർളുകൾ, ഫർളുകളിൽ നിന്ന് 2 എഴുതുക. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എഴുതുക. ഇവിടെയൊക്കെ 2 എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, പൂർത്തിയാക്കാം. നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ എന്താ ചെയ്യേണ്ടത്? അത് എഴുതുക. അടുത്തത്, ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണം? അത് എഴുതുക. അടുത്ത ഉത്തരം എഴുതാം. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? അതിൻ്റെ ഉത്തരം എഴുതുക. നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? ഉത്തരം എഴുതുക. തഹൂറായ വെള്ളം എന്ന് പറയുന്നത് എന്തിന്? ഏതിനാണ്? അത് എഴുതുക.